ജോണിയേട്ടാ നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഈ LDF ഭരണത്തെ എങ്ങനെ ഒന്ന് പുറകോട്ട് വീക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെ കാണുന്നു? അയ്യോ, LDF 10 വർഷത്തെ ഭരണത്തെ പറ്റി പറഞ്ഞാലേ ഒരുപാട് പറയേണ്ടത് ഇപ്പോൾ ഈ സമയം കൊണ്ടൊന്നും തീരുന്നതല്ലാതെ. അതായത് കേരളത്തെ ഒരു 50 വർഷത്തേക്ക് പുറയിലോട്ട് വിട്ടു എന്ന് പറയുന്ന ഏറ്റവും വലിയ ശരി. സമസ്ത മേഖലകൾ തകർത്ത് തരിപ്പണമാക്കി. കുട്ടികളെല്ലാം പുകച്ചു വിട്ടല്ലേ? കുട്ടികൾ മാത്രമല്ല, ഇന്നിപ്പോൾ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരും ഇവിടെ ഇല്ലല്ലോ. എല്ലാവരും കടന്നുപോയി, വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ലാത്തതായൊരു സംവിധാനത്തിലാക്കി വെച്ചു. അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണക്കാർക്ക് വലിയ കുഴപ്പമില്ല. 10 വർഷം കൊണ്ട് തന്നെ ഒരു 100 വർഷത്തേക്കുള്ള സമ്പത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ഒരു നിലവിട്ടുള്ള ഒരു സംസ്കാരം അവരിലുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നപ്പോഴാണ്. അത് പൊതുവിൽ രാഷ്ട്രീയക്കാരെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു ആക്ഷേപമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭരണത്തിൽ, പ്രത്യേകിച്ച് ഈ 2ാം പിണറായി സർക്കാർ വന്നതോടുകൂടി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും രക്ഷയില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അതാണ് അതിൻ്റെ ശരി. സമസ്ത മേഖലകൾ തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല, വിദ്യാഭ്യാസ മേഖലകൾ, അവിടുത്തെ വിദ്യാഭ്യാസം എല്ലാ തരത്തിലും പുറകോട്ട് പോയിരിക്കുന്നു. വ്യവസായങ്ങൾ ഇവിടെ ഇല്ല, ഒരു വ്യവസായം കൊണ്ടുവന്നിട്ടില്ല. ഉള്ള വ്യവസായങ്ങളെല്ലാം പൊട്ടിപ്പോയ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും മനുഷ്യന് വലിയ കഷ്ടപ്പാടുകളാണ്. ഈ കഷ്ടപ്പാടുകൾക്കൊരു മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു കാലത്തെയാണ് ഇപ്പോൾ ആളുകൾ നോക്കിയിരിക്കുന്നത്. CPM-കാർ പോലും നോക്കിയിരിക്കുന്നത്, ഇടതുപക്ഷം പോലും നോക്കിയിരിക്കുന്നത് അതാണ്. ജോണിയേട്ടൻ്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ജോണിയേട്ടൻ്റെ വിലയിരുത്തൽ എങ്ങനെയായി? UDF എത്ര സീറ്റ് കിട്ടും? UDF ഒരു 80-നും 100-നും ഇടയ്ക്കുള്ളൊരു ഭൂരിപക്ഷം വേണമെങ്കിൽ അത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു 99-100 കടന്ന് വരാവുന്നതാണ്. എന്തായാലും 80-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവും. BJPക്ക് എത്ര സീറ്റ് കിട്ടും? BJP ഒരു 4 സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അത്രയും കയറി വന്നില്ലെങ്കിൽ പോലും ഒരു 3 സീറ്റൊക്കെ തീർച്ചയായിട്ടും കടന്നു വരും. BJPക്ക് നല്ലൊരു ശതമാനം കയറി വരുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. UDF നല്ല ഭൂരിപക്ഷം അധികാരത്തിൽ വരും. ഇവിടെ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ അബു സാറിന് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും? അത് ഞാൻ രാവിലെ ഒരു അഭിമുഖത്തിൽ തന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 27,000-നും 35,000 ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അബു ജോൺ ജോസഫ് ജയിക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭൂരിപക്ഷം അതിലും മുകളിലേക്ക് പോകുള്ളൂ. കാരണം തൊഴിൽ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അബുവിന് വലിയ മുന്നേറ്റമാണ്. അത് ഒരു പുതുമുഖം എന്നുള്ള രീതിയിലല്ല. കാരണം പി ജോസഫ് സാർ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 55 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ അതെല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ രാഷ്ട്രീയ എതിരാളികളൊന്നും നോക്കിക്കൊണ്ടല്ല ആ കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതല്ല, ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല കാഴ്ചപ്പാടുള്ളൊരു പയ്യനാണ്. നമ്മൾ തന്നെ പല പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ പല കാര്യങ്ങളും പോയി ഫീൽഡിലൊക്കെ നമ്മൾ ഇറങ്ങിയതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ പഞ്ചായത്തുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യവസായത്തെപ്പറ്റിയും കൃഷിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ടൂറിസത്തെ സംബന്ധിച്ചും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ഒക്കെ സമസ്ത മേഖലകൾ ആഴമായ കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ആളുകൾ വേണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനം ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് വരേണ്ടത്. അതിൽ നമ്മൾ കണ്ട പല നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുതുമുഖമാണെങ്കിൽ പോലും നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. അപ്പോൾ നമുക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ട്. തൊടുപുഴയിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിക്കും, സംശയമൊന്നുമില്ല. ഈ അബു സാറായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സാറിൻ്റെ ഭാഗത്ത് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതലമുറ, അതായത് ഒരു 20-25 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാനും ജീവിക്കാനായിട്ടും നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരെ അവർക്ക് മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് വിദേശത്ത് കഷ്ടപ്പെടുന്ന വളരെയധികം ആൾക്കാരുണ്ട്.
ആ ഒരു തലമുറേനെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പിടിച്ചു വലിക്കാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. കാരണം നമ്മുടെ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് പോയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. അവരൊക്കെ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടവരല്ല, ഈ നാടിൻ്റെ സമ്പത്താണ്. അവരെല്ലാം തിരിച്ചു വരികയും അവർക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകണം. ജോണിയേട്ടാ, ഈ അബു സാറിൻ്റെ ഇപ്പോഴത്തെ ഈ തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ സാറിൻ്റെ വർക്ക് എങ്ങനെ പോകുന്നു? തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും എനിക്ക് തോന്നുന്നു ഒരു 2-3 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ആവശ്യത്തോടു കൂടിയുള്ള സ്വീകരണമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷ. അതായത് ഇപ്പോൾ UDF വോട്ടുകൾ മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്നത്, UDF അപ്പുറത്തേക്കുള്ള മറ്റ് കക്ഷികളുടെയും വോട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും. വളരെ സ്വീകാര്യനായ ഒരാളാണ് അബു ജോൺ ജോസഫ്. പ്രതീക്ഷയാണ് ഉള്ളത്.